ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ നിർമ്മൽ എബ്രഹാം ടെലിഫോണിൽ അലിച്ചേരുന്നുണ്ട്. ശ്രീ നിർമ്മൽ, ഈ അവസാന നിമിഷമാണ് ഒരു കടുംപിടുത്തം നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ബന്ദികളുടെ പട്ടിക കൈമാറാതെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കില്ല എന്ന ഒരു ഉറച്ച നിലപാടിൽ തന്നെ നെതന്യാഹു നിലകൊള്ളുകയാണ്. എന്താണ് ആ നീക്കത്തിന് പിന്നിൽ? എങ്ങനെ വിലയിരുത്തണം നമ്മൾ? അല്ലല്ലോ, ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 33 ഹോസ്റ്റേജസിന്റെ കേസിലും ആരൊക്കെയാണ് ജീവനോടെ ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ട് വാദിക്കുന്നത്. രണ്ടാമത്തെ കേസ്, പ്രത്യേകിച്ച് 2 കുട്ടികളുടെ കേസ്, അത് അവർ മരിച്ചുപോയി എന്ന തരത്തിലുള്ള അഭിയോഗങ്ങളുണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആരെയാണ്, ഏത് 33 ആളുകളെയാണ് ഇവർ തരുന്നത്, അവരൊക്കെ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം സംശയം വെക്കുന്നു. രണ്ടാമത് നെതന്യാഹു പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ ഒരു ഹൂത്തി മിസൈൽ വന്ന് പതിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഈ സീസ് ഫയർ അത്രത്തോളം ലാസ്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള ഒരു കൺസേൺസ് ആണ് ഫാർ റൈറ്റ്, തീവ്ര വലതുപക്ഷ മിനിസ്റ്റേഴ്സും മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ 2 സൈഡിലുള്ള ഹോസ്റ്റേജസ് ആയിക്കോട്ടെ, പ്രിസണേഴ്സ് ആയിക്കോട്ടെ, ഇരു കൂട്ടരുമാണ് സഫർ ചെയ്യാൻ പോകുന്നത്. കാരണം ട്രംപ് 20 അധികാരത്തിൽ വന്നാൽ ഒരുപാട് ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ട്രംപ് വന്നാൽ ഒരു പക്ഷേ ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ബൈഡനേക്കാൾ ഒരു പക്ഷേ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഉദാഹരണം പറഞ്ഞ ജെറുസലേമിലേക്ക് US എംബസി മാറ്റാൻ മുന്നിട്ട് നിന്നത് ട്രംപാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നെതന്യാഹുവിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ അഗ്രിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റേജിന് 57 പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ ഇതിനിടയിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഈ സീസ് ഫയർ ഞാൻ ബ്രേക്ക് ചെയ്യും, അതിനെനിക്ക് പൂർണ്ണ സപ്പോർട്ടും ട്രംപ് തരുമെന്ന് എനിക്ക് അറിയാമെന്നാണ് നെതന്യാഹു പറയുന്നത്. സോ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ മുന്നൊക്കെ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരുന്ന പോലെ സീസ് ഫയർ ഡീലുകൾ വരും, അത് ഇമീഡിയറ്റ്ലി തന്നെ ബ്രേക്ക് ആവും, ഒന്നുകൂടെ വഷളാവും ചെയ്യുന്നതല്ലാതെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ലോകം ഒന്നാകെ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സമാധാനം ഗസയിൽ സാധ്യമാകാൻ ഇടയില്ല എന്നാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളിൽ നിന്നൊക്കെ കരുതേണ്ടത്. അല്ല, ഒരുപക്ഷെ ഈ ഹോസ്റ്റേജസിന്റെ കേസിൽ വ്യക്തത ഉണ്ടായാൽ അതിന് വ്യത്യാസമുണ്ട്. കാരണം ഈ ഒരു ഡീലിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, അവർക്കും അവരുടെ ഉദ്ദേശം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത്രയും അധികം മരണങ്ങളും പരിക്കുകളും നാശനഷ്ടവും വരുത്തി വെച്ചു. ഇനിയിപ്പോ അവിടെ നശിപ്പിക്കാനായിട്ട് ഇസ്രായേലിനൊന്നും ബാക്കിയില്ല. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നെതന്യാഹു എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് ലിസ്റ്റ് വ്യക്തമാക്കി കഴിഞ്ഞാൽ, ഇവരൊക്കെ ജീവനോടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യത്തെ ഫേസിന് അദ്ദേഹം അലോ ചെയ്യും. എങ്കിൽ പോലും ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഏത് മേഖലയിൽ നിന്ന്, അതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം ഹമാസിന്റെ സൈഡിൽ നിന്നല്ല, ഏത് ഇസ്ലാമിക് ജിഹാദ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൂത്തികളായിക്കോട്ടെ, എവിടെന്നെങ്കിലും ഒരു അറ്റാക്ക് വന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ ബ്രേക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ പോപ്പുലാരിറ്റി ഇസ്രായേലിൽ ബാധിക്കുന്നുണ്ട്. കാരണം ഈ ഏകദേശം പറയപ്പെടുന്ന 100 ഹോസ്റ്റേജസിന്റെ കേസിൽ തന്നെ അവർ കൺസേൺഡ് ആണ്. അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മിസൈൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം സീസ് ഫയർ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അവിടെ സ്റ്റാൻഡേർഡ് ആവും. ഒപ്പം തന്നെ പലസ്തീനികളുടെ കേസ് ആണെങ്കിലും ഒരുപാട് നിരപരാധിയായിട്ടുള്ള പ്രിസണേഴ്സും പലസ്തീനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരും അവിടെ സ്റ്റാൻഡേർഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നെതന്യാഹു ഇതിൽ വ്യക്തത ഉണ്ടായാൽ അദ്ദേഹം ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കോൾ ഔട്ട് ചെയ്യേണ്ടതാണ്. കാരണം 33 ഹോസ്റ്റേജസിന്റെ ലിസ്റ്റ് വ്യക്തമാക്കി എന്നുണ്ടെങ്കിൽ പിന്നെ നെതന്യാഹുവിന് ന്യായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, ഇവിടെ ബന്ദികളെ കൈമാറേണ്ടത് 2 പക്ഷത്തിന്റെയും ആവശ്യമാണ്. ഇസ്രായേലിന്റെ പക്കൽ ഫലസ്തീൻ തടവുകാരുമുണ്ട്, തിരിച്ചും അതുപോലെ തന്നെ ബന്ദികൾ ഹമാസിന്റെ കൈവശമുണ്ട്. അപ്പോൾ ഈ ഒരു അവസാന നിമിഷം ഒരു ബ്രേക്ക് ചെയ്യാൻ, ഈ ഒരു കരാറൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതണോ നമ്മൾ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഫേസ് ട്രംപ് കയറുന്നതിന് തൊട്ട് തലേന്നാണുള്ളത് ഉണ്ടാകുന്നത്. 20-ാം തീയതി ട്രംപ് കയറുവാണല്ലോ. അതിലൊരു ഇതുണ്ട്. കാരണം ട്രംപിന്റെ ക്യാമ്പയിൻ സമയത്ത് അദ്ദേഹം മിഷിഗൻ പോലുള്ള ഹൈലി മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ട് അമേരിക്കൻ സ്റ്റേറ്റ്സിൽ അദ്ദേഹം വാദിച്ചത് 2 വർഷമായിട്ട് ബൈഡൻ ഉണ്ടായിരുന്നു, കമല ഹാരിസ് ഉണ്ടായിരുന്നു, എന്റെ അവിടെ വാർ തീർന്നില്ല, ഞാൻ വന്നാൽ ഇതിന്റെ വ്യത്യാസം ഉണ്ടാകുമെന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മിഷിഗൻ പോലുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ ഡെമോക്രാറ്റിന്, ബൈഡന്റെ പാർട്ടിക്ക് കിട്ടാതെ വരെ പോയി. അതുകൊണ്ട് ട്രംപിന്റെ യൂഷ്വൽ രീതിക്ക്, അദ്ദേഹം ഐഡിയോളജി എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ ഫസ്റ്റ് ഫേസ് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആക്കാൻ ശ്രമിക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വിജയം ഇപ്പൊ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ബൈഡൻ നാളെ ഇറങ്ങുവാണ്, അതിന് മുന്നേ അതിന് എന്റെ ക്രെഡിറ്റ് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കെ ഒരുപക്ഷെ ഫസ്റ്റ് ഫേസ് സക്സസ്ഫുൾ ആക്കാൻ തീർച്ചയായിട്ടും ട്രംപ് ശ്രമിക്കും. പക്ഷെ ഇതിനിടയിൽ എന്തെങ്കിലും ഉണ്ടായാലാണ് വീണ്ടും പഴയപടി കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. യെസ്, ഇവിടെ പക്ഷേ നേരത്തെ തന്നെ, അതായത് വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന് മുന്നോടിയായി ഗസയിലെ പലയിടങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റമടക്കമൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അതിന് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നല്ലേ അതിന് വ്യക്തമാവുന്നത്? തീർച്ചയായിട്ടും. കാരണം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ പോപ്പുലാരിറ്റി തിരിച്ചെടുക്കാൻ ഒരുവിധമൊക്കെ ഇസ്രായേലിൽ അറ്റ്ലീസ്റ്റ് റൈറ്റ് വിങ് എലമെന്റ്സിനിടെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കുന്നു, ഗാസ എന്ന സ്ഥലം തന്നെ അദ്ദേഹം തവിടുപൊടിയാക്കി കാണിക്കുന്നു, അവർക്ക് ഏറ്റ പരിക്കിന് തിരിച്ച് 100 മടങ്ങ് ഞങ്ങൾ കൊടുത്തു എന്ന് കാണിക്കുന്നു. ഇതിനപ്പുറം എന്താണ് നെതന്യാഹുവിന് നേടാനുള്ളത്
എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ ഈ 1.5 വർഷത്തിനിടയിൽ തന്നെ മരിച്ചു. ഏകദേശം 1,60,000-ഓളം ആളുകൾ പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്തു. 48,000-ഓളം ആളുകൾ മരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസെന്റീവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹുവിന് ഇല്ല. സോ അങ്ങനെ പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുകയും ഹമാസിന്റെയും അതുപോലെ തന്നെ ഹൂത്തീസിന്റെ പല ടോപ്പ് ലെവൽ ലീഡേഴ്സിനെയും കൊന്ന സ്ഥിതിക്ക് അദ്ദേഹം എന്തിനാണ് കടുംപിടുത്തം പിടിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഒരേ ഒരു കാര്യത്തിൽ എനിക്ക് കൺസേൺ ഉള്ളൂ. ഈ 33 പേര് വ്യക്തമായി ജീവിച്ചിരിപ്പുണ്ടോ അവരുടെ ലിസ്റ്റ് വ്യക്തമായി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം വാദിക്കുന്നതിന് അർത്ഥമില്ല. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തിലുള്ള ഒരേ ഒരു ന്യായം ഇതാണ്, ഈ 33 പേരെ ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് ഉറപ്പ്. 2, എവിടെ വെച്ച് കൈമാറ്റം ചെയ്യുന്ന ലൊക്കേഷൻ തന്നിട്ടില്ല. 3, ഇതിന് തൊട്ട് മുന്നേ പോലും ഹൂത്തികളുടെ മിസൈൽ വന്ന് ഇസ്രായേലിൽ പതിക്കുന്നു. അപ്പൊ ഇതൊക്കെ അവർ തന്നെ ബ്രേക്ക് ചെയ്യാൻ നോക്കുകയല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. സോ എന്റെ ഒരു കൺസേൺ ഒരുപക്ഷെ അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ തന്നെ നെതന്യാഹുവിനെതിരെ ഒരു വിഭാഗം നിലകൊള്ളുന്നുണ്ട്. രാജിയടക്കം മന്ത്രിമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെതിരെ. ഒരുപക്ഷെ ആ ഒരു സമ്മർദ്ദം കൂടി ഉണ്ടാകില്ലേ നെതന്യാഹുവിനുമേൽ? ഇപ്പൊ ഇതിന് വെടിനിർത്തലിനെതിരെ 2 ഫാർ റൈറ്റ് മിനിസ്റ്റേഴ്സ് ആണ് കടുത്ത നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ കേസിൽ അറിയാലോ, കഴിഞ്ഞ തവണത്തെ പോലെ കോalition ഗവൺമെന്റിലാണ് നെതന്യാഹു പിടിച്ചു നിൽക്കുന്നത്. സോ അദ്ദേഹം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇത്രയും മരണങ്ങൾ ഉണ്ടായി ഈ ഹോസ്റ്റേജസിനെ തിരിച്ചു വേണം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ സമയത്ത് അദ്ദേഹം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഹോസ്റ്റേജസിനെ ഫ്രീ ആയി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അതൊരു പരാജയമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ജെനുവിൻലി നോക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള കൺസേൺ 33 പേരും വ്യക്തമായി ജീവിച്ചിരിപ്പുണ്ടോ അവരുടെ ലിസ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കൺസേൺ എന്ന് വിശ്വസിക്കുന്നു. അതും കിട്ടിയിട്ട് അദ്ദേഹം തടസ്സം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഒരു പരാജയമായിട്ട് ഞാൻ കാണും.